ഇന്നത്തെ സ്പെഷ്യൽ ഒരു 4 മണി പലഹാരമാണ്. അപ്പം നേന്ത്രപ്പഴം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പലഹാരം തയ്യാറാക്കിയെടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ആ ബൗളിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ മധുരത്തിന് വേണ്ടിയിട്ട് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ മൈദയുടെ കൂടെ നിങ്ങൾക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്താൽ ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അരിപ്പൊടി ചേർക്കുന്നില്ല, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. പിന്നെ അതിലേക്കൊരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് ഒന്ന് ബാറ്ററാക്കി എടുക്കണം. അപ്പോൾ ഒരുപാട് അങ്ങ് ലൂസായി പോകുന്ന ബാറ്റർ ആവരുത്. നമ്മൾ പഴംപൊരിക്കൊക്കെ എടുക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ, ആ രീതിയിൽ വേണം ഇത് ബാറ്റർ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നോക്കിയാൽ മതി കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് 1/4 കപ്പ് വെള്ളമുണ്ട്. 250 ml കപ്പിനാണ് ഞാൻ മൈദ എടുത്തിട്ടുണ്ടായിരുന്നത്. അതേ അളവിൽ തന്നെ 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് അങ്ങ് ലൂസായി പോകരുത് ബാറ്റർ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട്, അപ്പകാരം. അപ്പോൾ ഒരു നുള്ള് മതി, ഒരുപാടാവരുത്, കുറച്ച് മാത്രം ചേർത്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കളറിന് വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കളർ ചേർക്കുന്നതെങ്കിൽ കളർ ചേർക്കാം, മഞ്ഞൾപ്പൊടി ആകുമ്പോൾ അത്ര കുഴപ്പമില്ലല്ലോ. അപ്പോൾ അങ്ങനെ അതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിലൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് 3 പീസായിട്ട് ഇതുപോലെ ആവി കയറ്റുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്കിത് ആവി കയറ്റാനായിട്ട് വെക്കാം. ഒരു 5-6 മിനിറ്റിനുള്ളിൽ തന്നെ അത് വേവായി കിട്ടും കേട്ടോ. കാരണം അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് പൊട്ടിപ്പോരുന്ന ആ ഒരു പരുവാകുന്ന വരെ ഒന്ന് വേവിച്ചെടുത്താൽ മതി ആവിയിൽ. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സംഭവം ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. ഫില്ലിങ് എന്ന് പറഞ്ഞിട്ടുള്ള അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു മിക്സ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യൊക്കെ ഒന്ന് മെൽട്ടായിട്ട് വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും കടിക്കാൻ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് കിസ്മിസും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതും ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ. തേങ്ങ ചിരവിയത് 1 കപ്പിന് എടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതും ചേർത്തിട്ട് നന്നായിട്ടൊന്നിങ്ങനെ റോസ്റ്റ് ചെയ്ത്, ഒരുപാട് സമയമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. ആ തേങ്ങയൊക്കെ ഒന്ന് ജസ്റ്റ് ചൂടായി കിട്ടിയാൽ മതി. പിന്നെ അതിലേക്ക് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്ക, ഞാൻ 3 ഏലക്കയുടെ സീഡ്സ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ. അങ്ങനെ കുത്തിയിട്ട് പൊടിച്ചെടുത്തതാണ്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏലക്കപ്പൊടി നേരെ ഉണ്ടെങ്കിൽ, പഞ്ചസാരയ്ക്ക് പൊടിച്ച പൊടി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമുക്ക് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര കേട്ടോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ പഞ്ചസാരയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ആകുന്ന രീതിയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈ സംഭവം റെഡിയായി. അപ്പോഴേക്കും നമ്മുടെ പഴമൊക്കെ ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. തൊലിയൊക്കെ ഒന്ന് ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ മാറി വന്ന് അതൊക്കെ ഇങ്ങനെ പൊട്ടി വന്നിട്ടുണ്ട് തൊലിയൊക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ചൂടോട് കൂടെ തന്നെ ഈ തൊലിയൊക്കെ കളഞ്ഞിട്ട് നമുക്കിതൊന്ന് അടച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചൂട് മാറുന്നതിന് മുന്നേ തൊലിയും പിന്നെ അതിൻ്റെ മുകൾ ഭാഗത്തുള്ള നാര് വേണമെങ്കിൽ കളയാം കേട്ടോ. അപ്പം ഞാൻ ആ തൊലി മാത്രം കളഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ള ബ്ലാക്ക് പോർഷൻ ഉണ്ടല്ലോ, അത് കളയണമെന്നുണ്ടെങ്കിൽ അത് കളയാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഉന്നക്കായ്ക്കൊക്കെ ശ്രദ്ധിക്കുന്ന പോലെ അത്ര അങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഉന്നക്കായ്ക്ക് നമ്മൾ അതൊക്കെ കളയും. അതുപോലെ തന്നെ ഒരുപാട് പഴുത്ത പഴം ഉന്നക്കായ്ക്ക് പറ്റില്ല. ഇതിന് ഓവർ പഴുപ്പ് ഇതിനും വലിയ അത്ര സ്യൂട്ടല്ല. എന്നാലും അത്യാവശ്യം നമ്മുടെ മീഡിയം പഴുത്ത പഴമൊക്കെ ഇതിന് സ്യൂട്ടാണ് കേട്ടോ. അപ്പോൾ ആ ചൂടോട് കൂടെ തന്നെ ഞാനിത് ഒരു സ്മാഷർ വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുന്നുണ്ട്. കൈ വെച്ചിട്ട് ചൂടോട് കൂടെ അത്ര ഈസി ആവില്ലല്ലോ. അപ്പോൾ ഞാൻ സ്മാഷർ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടൊക്കെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള ഈ ഒരു തേങ്ങയുടെ മിക്സ് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കുക. എന്നിട്ട് ഇത് നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്ന് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ ഇതൊന്ന് റൗണ്ട് ആക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്ന് പരത്തിയെടുത്താൽ മതി. നമുക്ക് ഈ രീതിയിലൊന്ന് എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. ഈ രീതിയിൽ ചെയ്തെടുത്തിട്ട് എനിക്ക് 11 പീസാണ് കേട്ടോ ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കിട്ടിയിട്ടുള്ളത്. ഈ ഒരളവ് വെച്ച് നിങ്ങൾ ഈ ഒരു വലുപ്പത്തിലൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 11 കിട്ടും. അതിനുശേഷം നമുക്കിതാ കുറച്ച് ഓയിലൊന്ന് ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് അത് ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ട് ഓയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. നമ്മൾ പഴംപൊരിയൊക്കെ ഫ്രൈ ചെയ്തെടുക്കില്ല, ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തെടുക്കുന്നത്.
അപ്പോൾ അങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഉൾഭാഗമൊന്നും വേവാനൊന്നുമില്ലല്ലോ, ആ ഒരു കോട്ടിങ് മാത്രം ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. പഴംപൊരിയൊക്കെ പൊരിക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ ആ രീതിയിൽ പഴംപൊരിയുടെ ആ ഒരു മാവിൻ്റെ തിക്നെസ്സൊക്കെ ആവണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് സൈഡും ഒന്ന് ഒരു ചെറുതായിട്ട് ഗോൾഡൻ കളർ ആവുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. നല്ല അടിപൊളിയാണ്, നല്ല സോഫ്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമുക്കിത് കിട്ടും. ഇതുപോലെ ഓരോന്ന് കണ്ടോ, ഈ ഒരു ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ആ ഒരു പഴത്തിൻ്റെ ഇതിൽ അത് നന്നായിട്ടൊന്ന് കോട്ടായി കിട്ടണം. അതാണ് ഞാൻ പറഞ്ഞത്, ലൂസായി പോകരുത് എന്ന്. ഇതുപോലെ ബാക്കിയെല്ലാം ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. എപ്പോഴും പഴമൊക്കെ ഉണ്ടാകുമ്പോൾ പഴംപൊരി ഉണ്ടാക്കി ഒക്കെ നോക്കുന്ന സമയത്ത് വെറൈറ്റി ആയിട്ട് ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. താങ്ക്